ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജുള്ള ബാന ഹിൽസിൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇന്ന് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. നല്ല സൂപ്പർ മഴയും മഞ്ഞും ഒക്കെയാണ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു പോയതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നത്. അല്ലായിരുന്നെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കായിരുന്നു. നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇവിടെയാണ് ഇവിടെ വന്നിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ. സാധാരണ ഇവിടെ ഭയങ്കര ക്യൂ ആയിരിക്കുമെന്ന് കേട്ടിട്ടാണ് നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തത്. പക്ഷേ ഇന്ന് ഈ മഴ കാരണം ഇവിടെ വലിയ ക്യൂ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഓൺലൈനിൽ ടിക്കറ്റൊക്കെ എടുത്തവരായിരിക്കും. നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1.5 hours ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ബാന ഹിൽസിൻ്റെ താഴെയുള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാന ഹിൽസിൻ്റെ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ബാന ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കേബിൾ കാർ വേണം. അപ്പോൾ നമ്മൾ ആ കേബിൾ കാർ മാത്രമാണ് കേട്ടോ ഒരേ ഒരു ഓപ്ഷൻ ബാന ഹിൽസിലേക്ക് എത്താനുള്ളത്. അപ്പോൾ കേബിൾ കാറിലേക്ക് നമ്മൾ കയറുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഴയാണെങ്കിലും ഒക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണിതെല്ലാം. നമുക്ക് ദൂരെ കാണാൻ പറ്റും ഈ കേബിൾ കാറുകൾ ഇങ്ങനെ പോകുന്നത് മഞ്ഞിനകത്തൂടെ. ആ മഞ്ഞിനകത്തൂടെ കേബിൾ കാറിലുള്ള യാത്ര സൂപ്പർബായിരിക്കും. നമുക്ക് നോക്കാം. പക്ഷേ മേളിൽ ചെന്ന് കഴിയുമ്പോൾ അതൊരു അത്ര സൂപ്പർ ആയിരിക്കില്ല. അതൊരു വൻ ട്രാജഡി ആയിരിക്കും. കാരണം ഈ മഞ്ഞത്ത് അത്രയും മേളിലെത്തുമ്പോഴത്തേന് ഭയങ്കര തണുപ്പായിരിക്കും. അങ്ങനെ ബാന ഹിൽസിൽ എന്തൊക്കെയുണ്ട് എന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഉള്ളത്. അതാണിപ്പം നമ്മൾ കണ്ടത്. നമുക്കിനി പയ്യെ നടന്ന് പോകാം. ഇത് കുറേ ഹൈയിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ കേബിൾ കാറിൽ തന്നെ കയറുന്നത്. ഈ ബാന ഹിൽസ് ഉള്ളത് സൺവേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. ഈ ബാന ഹിൽസ് 1487 മീറ്റർ ഹൈറ്റിലാണ് സീ ലെവലിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മേളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈ തണുപ്പ് അത്രയും അങ്ങ് തോന്നുന്നത്. പിന്നെ ഇത് ശരിക്കും ഒരു ഹെവൻ ഓൺ എർത്ത് തന്നെയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്.
ബാണ ഹിൽസ് കവർ ചെയ്യാൻ എന്തായാലും ഒരു ഫുൾ ഡേ വേണം. ഇതൊരു എപ്പോൾ എടുക്കുമ്പോഴാണെങ്കിലും ഇതൊരു ഫുൾ ഡേ ട്രിപ്പായിട്ട് തന്നെ എടുക്കണം. കാരണം നമ്മൾക്ക് ഏകദേശം ഈ ബാണ ഹിൽസിൽ താഴേന്ന് കേബിൾ കാറിന് അടുത്തെത്താൻ തന്നെ നടക്കേണ്ടി വരും ഒരു ഹാഫ് ആൻ അവർ. അവിടുന്ന് വീണ്ടും കേബിൾ കാറിൽ കയറി ബാണ ഹിൽസിലെത്താൻ പിന്നെ എടുക്കും ഒരു 20 to 25 മിനിറ്റ്സ്. അങ്ങനെ തന്നെ അത്യാവശ്യം സമയം പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ഫ്രഞ്ച് ഗാർഡൻ, ഗോൾഡൻ ബ്രിഡ്ജ്, ഇതെല്ലാം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ ഒരു കേബിൾ കാറിൽ കയറി വേറൊരു കേബിൾ കാറിൽ കയറി അങ്ങനെ നമുക്കൊരു ഫുൾ ഡേ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ കേബിൾ കാസിൽ കയറാൻ വേണ്ടി വന്നു. ഇത് നോൺ സ്റ്റോപ്പിംഗ് ആണ് കേട്ടോ ഈ കേബിൾ കാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേബിൾ കാസ് നോൺ സ്റ്റോപ്പിംഗ് ആണ്. അതിങ്ങനെ മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ കുറച്ചൊന്നും എന്താ പറയുന്നത് ഭയങ്കര സ്പീഡിലൊന്നുമല്ല, നമുക്ക് വളരെ കൂളായിട്ട് കയറാവുന്നതേ ഉള്ളൂ. എല്ലായിടത്തും ഒരുപാട് സ്റ്റാഫുണ്ട്. നമ്മളിതേ കേബിൾ കാറിൽ കയറി. ഇത് കേബിൾ കാറിലുള്ള യാത്ര ശരിക്കും നല്ല ഭംഗിയാണ്. കാരണം പുറത്ത് ഈ മഞ്ഞ്, മഴ, നമ്മൾ ഈ ഹൈയിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നല്ല ഭംഗിയാണ്. നമ്മൾ ബാണ ഹിൽസിൻ്റെ ടോപ്പിലെത്തി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ മഴ, അടിപൊളി മഞ്ഞ്. ഞങ്ങൾ എന്ത് ചെയ്തു, താഴെ നോർമൽ വിലയ്ക്ക് കിട്ടുന്ന റെയിൻ കോട്ട് ഇവിടെ വന്ന് പൊന്നും വിലയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് അതൊക്കെ ഇട്ട് പയ്യെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിവിടെ മേളിലെത്തി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയോ, ഹെലിയോസ് വാട്ടർഫോൾ എന്ന് പറഞ്ഞൊരു വാട്ടർഫോളാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫുള്ള് മഴയായതുകൊണ്ട് നമുക്ക് ആ വാട്ടർഫോളിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടത്തില്ല. ബട്ട് സ്റ്റിൽ ഈ വാട്ടർഫോളിലുള്ളത് 43 ഗ്രീക്ക് ലെജൻസിൻ്റെ സ്റ്റാച്ചു ആണ്. അതും അതിനോടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ മഴയത്ത് നിന്നുകൊണ്ട് ഇതൊന്നും വായിച്ചില്ല. പെട്ടെന്ന് നമ്മളിത് അടുത്തടുത്ത ലൊക്കേഷൻസിലേക്ക് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോൾ എങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മഴക്കാലം അല്ലാത്ത സമയം നോക്കി വരിക. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ നല്ല രീതിയിൽ ടിക്കറ്റ് എടുത്തിട്ട് മേളിൽ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ആ ദിവസത്തിൻ്റെ ഫുള്ളൊരു ഫീലങ്ങ് പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് നമുക്ക് ഫാൻറ്റസി പാർക്കിനുള്ളിൽ കയറാം. അതാകുമ്പോൾ ക്ലോസ്ഡ് ഏരിയ ആണല്ലോ, മഴയുടേതായ വലിയൊരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ഫാൻറ്റസി പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണേ. ഈ ഫാൻറ്റസി പാർക്കെന്ന് വെച്ചാൽ 21,000 സ്ക്വയർ മീറ്റർ ഉള്ളൊരു ഇൻഡോർ എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ്. ഇതിനകത്ത് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സ്റ്റഫ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ഡ്രോപ്പ് ഇൻ ട്വിസ്റ്റ് ടവർ, ബമ്പർ കാറ്, സ്കീവർ പൈലറ്റ്, 3D 4D 5D ഫിലിംസ് ഇതെല്ലാം ഉണ്ട്. പ്ലസ് ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്. പക്ഷേ വാക്സ് മ്യൂസിയം എന്താണ്, നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റിൽ കവർ ആവുന്ന ഒന്നല്ല വാക്സ് മ്യൂസിയം. പക്ഷേ ഫാൻറ്റസി പാർക്ക് നമുക്ക് ആദ്യം എടുത്ത ടിക്കറ്റിൽ കവർ ആവുന്നതാണ്. അതിനകത്ത് ചില റൈഡുകൾ കവറല്ല. പക്ഷേ ഫാൻറ്റസി പാർക്കിലേക്കുള്ള ഒരു 95% റൈഡുകളും കവേർഡാണ്. നമുക്കപ്പം ഫാൻറ്റസി പാർക്കിനുള്ളിൽ കയറി നോക്കാം. ഇതാണ് ഫാൻറ്റസി പാർക്കിൻ്റെ ഉൾഭാഗം. ആദ്യം തന്നെ ഉള്ളത് കുറച്ച് കടകളൊക്കെയാണ് നമുക്കിവിടെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത്. നമുക്ക് പയ്യെ പ്ലേ ഏരിയ സൈഡിലേക്കൊന്ന് പോവാം. തന്നെ ഉള്ളത് ഈ ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് ടവറാണ്. ഇതിൽ കയറാൻ ഞങ്ങൾക്ക് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറച്ച് നേരം ഇതിൽ നിന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഭയങ്കര ഫോഴ്സിലല്ലേ ഇത് താഴേക്ക് വരുന്നത്. അതിന് ശേഷമുള്ള കുറച്ച് റൈഡ്സിലൊക്കെ എൻ്റെ കൂടെ ധൈര്യം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ കയറി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുവഴിയൊക്കെ നടക്കുകയാണ്. ഇതിനകത്തൊരു ഡൈനോസർ പാർക്കുണ്ട് കേട്ടോ. ഒന്നുമില്ല, കുറച്ച് ഡൈനോസറിൻ്റെ സ്റ്റാച്യൂസൊക്കെ തന്നെയാണ്. പക്ഷേ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൗണ്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്, അവർ എന്നാണ് എക്സ്റ്റെൻഡ് ആയത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ഫാൻറ്റസി പാർക്കിനുള്ളിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പുറത്ത് മഴയാണോ വെയിലാണോ ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കഴിച്ചൊരു ഫുഡുണ്ട്, ഒരു വിയറ്റ്നാമീസ് ഡോനട്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല പുറമെ ഇങ്ങനെ എള്ളൊക്കെയാണ്, ഉള്ളിൽ കോക്കനട്ട് സ്റ്റഫ് ചെയ്തിരിക്കുന്ന എണ്ണയിൽ മുക്കി പൊരിച്ചൊരു സാധനമാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ച് കഴിക്കാൻ. നമുക്കതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫാൻറ്റസി പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തതേ നല്ല മഞ്ഞാണ്. അതെ, ഇത് ക്രിസ്മസ് സമയമായിരുന്നുകൊണ്ട് തന്നെ ഫുള്ളൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരുന്നു. ഈ ഏരിയ മെയിനായിട്ട് പറയുന്നത് ഫ്രഞ്ച് വില്ലേജ് എന്നാണ്. ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചറിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ മഞ്ഞിൻ്റെ ഒരു കൂടുതൽ കൊണ്ട് നമുക്ക് അത്രയൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇവിടെ ബുഫേ ഉള്ളൂ, അല്ലാതെ സിംഗിളായിട്ട് നമുക്ക് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഒരു ബുഫേക്കുള്ള ടിക്കറ്റും കൂടി എടുത്തോളുക. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ബുഫേക്ക് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ടിക്കറ്റിൻ്റെ കൂടെ എടുക്കുന്നതിലും കൂടുതൽ റേറ്റാണ്. ബുഫേയിൽ എല്ലാം ഉണ്ട്. ബുഫേയുടെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ബുഫേയുടെ ടിക്കറ്റും കൂടെ. എനിവേ അതിവിടെ വന്നിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൂടെ തന്നെ എടുക്കുവാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവുണ്ട്, നമ്മളങ്ങനെ കോംബോ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഗൈഡൻസ് ഒന്നുമില്ല. ലൈക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവും. ഞങ്ങൾക്കിപ്പോൾ പോകേണ്ടത് ഗോൾഡൻ ബ്രിഡ്ജ് കാണാനാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല ആക്ച്വലി മാപ്പിൽ നോക്കിയിട്ട്. സോ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ അടുത്ത് ചോദിച്ചാണ് പോയത്. ചോദിച്ച് പോകാമെന്ന് പറയില്ലേ, അങ്ങനെ ചോദിച്ചാണ് ഞങ്ങൾ കേബിൾ കാർ, നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള കേബിൾ കാർ തേടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേബിൾ കാറിലിരിക്കുമ്പം തന്നെ നമുക്ക് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാം. ഞങ്ങൾക്ക് ഇന്ന് 1-2 കാര്യങ്ങൾ മിസ്സായിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം ഇവിടുത്തെ ആൽപൈൻ കോസ്റ്റർ, ഒരു ട്രെയിന് ഇതൊക്കെ നിർത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം വരുമ്പോൾ മഴയില്ലാത്ത ദിവസം നോക്കി വരിക. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് സ്ഥലങ്ങളും മിസ് ചെയ്തു. അതായത് ഒരു അറ്റ്ലസ് സ്റ്റാച്യു, എക്ലിപ്സ് പ്ലാസ, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ മിസ് ചെയ്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴ കാരണം ഞങ്ങൾ കവർ ചെയ്ത് വന്നപ്പോഴത്തേന് ഇപ്പം തന്നെ ഏകദേശം 6 മണി ആവാറായി. അപ്പോൾ ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ എന്താ പറയുന്നത്, അവോയ്ഡഡ് ആയിരുന്ന ഗോൾഡൻ ബ്രിഡ്ജിലേക്കാണ്. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഗോൾഡൻ ബ്രിഡ്ജ്. അത്രയ്ക്ക് ഭംഗിയെന്ന് വെച്ചാൽ ശരിക്കും ഹെവൻ ഓൺ എർത്ത് എന്ന് പറയില്ലേ, അങ്ങനെയാണ്. ഈ ഗോൾഡൻ ബ്രിഡ്ജിൽ കയറുമ്പോൾ മാത്രമുണ്ടല്ലോ ഈ മഞ്ഞിൻ്റെ ഫീൽ ഒരു പ്രത്യേക രസമാണ്. സത്യം പറഞ്ഞാൽ ലേറ്റായി. ഇനി ഞങ്ങൾക്ക് താഴെ എത്താനുള്ള കേബിൾ കാറിൻ്റെ ഇത് കണ്ടുപിടിച്ച് പോകാനുള്ള സമയമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പയ്യെ പോകാനുള്ള പ്ലാനിലാണ്.
താഴേക്ക് പോകുമ്പോൾ കണ്ടോ മഞ്ഞൊക്കെ കുറഞ്ഞ് ഒരു നമ്മൾ മേളിലേക്ക് വരുമ്പോഴാണല്ലോ കൂടുതലും മഞ്ഞ് തോന്നുന്നല്ലേ. താഴേക്ക് പോകുമ്പോൾ കണ്ടോ വളരെ നോർമൽ ഒരു ഇതിലേക്ക് മാറി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.